ആ അവിടെ ഇപ്പൊ എവിടെയാണ്? ഇവിടെ എന്ത് ചെയ്യാ? ഓ തായ്ലൻഡിൽ വെച്ചൊരു പെണ്ണാണല്ലോ. ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? എന്തോന്ന് പേരക്കുട്ടിയാ? നിങ്ങൾക്ക് പേരക്കുട്ടിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണോ? അമ്മ ഇപ്പൊ ജോലിയൊന്നും ഉപേക്ഷിച്ചിട്ട് വരാൻ പറ്റത്തില്ല. പിന്നെ നാട്ടിലുള്ള ആളെ കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ രണ്ട് സ്ഥലത്ത് എങ്ങനെ ജീവിക്കാനാ? അമ്മയ്ക്കറിയാലോ എന്റെ സങ്കല്പത്തിലെ ആളൊരു കുലസ്ത്രീയാന്ന്. തായ്ലൻഡിലെ ഒരു കുലസ്ത്രീനെ കണ്ടിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. തായ്ലൻഡിലെ കുലസ്ത്രീയോ? അവന്റെ അപ്പനോട് പോയി ചോദിക്കാൻ പറ. ആ ശരി, അമ്മ എന്തായാലും അവളുടെ ഫോട്ടോ എനിക്ക് അയച്ചാ. ആ അമ്മ അയച്ചിട്ടാ മതി, ഞാൻ നോക്കിക്കോളാം. എന്തിനാ അമ്മ എന്റെ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുത്തേ? ഇങ്ങനെയുണ്ടോ ആണുങ്ങള്? മലയാളി അറിഞ്ഞ അതാ ഇത്ര കൊച്ച. नाम तो सुना होगा, मेरा नाम दिनेशन. ദിനേശനാ? അല്ല എന്താ എൻ്റെ പേര് കൊള്ളില്ല? ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ദിനേശ് എന്നൊക്കെ പേരിടോ? അല്ല എന്താ തൻ്റെ പേര്? അല്ല പേര് പറഞ്ഞില്ല. ശോഭ. ആഹാ നല്ല പാഷൻ നെയിം, കൊള്ളാം. അരേ വാ. ഹിന്ദി പാടി തന്നെ. ഹായ് ശോഭ, ഞാൻ ദിനേശൻ. ഞാനത് സൊള്ളിയാകണോ നീ അവളെ വഴക്ക്? തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? അല്ല ഈ വഴി കൂടെ നടക്കുന്നവരോടൊക്കെ വാരണവരെ സൂര്യ കളിക്കുന്നുണ്ട് ചോദിച്ചാ? അയ്യേ തൊലിഞ്ഞ്. ഛേ ഇത് ഇവിടല്ലേ? ആ അമ്മ, അമ്മ അയച്ച ഫോട്ടോ കണ്ടിരുന്നു. ആ സീനില്ല, അമ്മ ഒരുപാട് ആഗ്രഹിച്ചല്ലേ. പേടിക്കണ്ട, ഞാൻ അവളെ തന്നെ കല്യാണം കഴിച്ചേക്കാം. ആ നിങ്ങൾക്ക് ഇരിക്കാൻ വേറെ സ്ഥലം ഒന്നും കിട്ടിയില്ലേ? എനിക്ക് കുറച്ച് പ്രൈവസി വേണം. ഒന്നും പ്രസിക്കുന്നത് ചീറ്റിപ്പോയി. ഹലോ, അയാൾ ഓക്കെ ആണെന്നോ? അതിന് ഞാൻ എന്തോ വേണം? ഞാൻ ഓക്കെ അല്ല. ഹിന്ദിയും ചീറ്റി, തായ്ലൻഡും ചീറ്റി. അതെ, എനിക്കും കുറച്ച് പ്രൈവസി വേണം. എന്തേലും ചെയ്. അല്ല താൻ പോണ്ട, താൻ വേണമെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നോ. താനല്ലേ ഇപ്പൊ പ്രൈവസി ഉണ്ടെന്ന് പറഞ്ഞേ? ഞാൻ എൻ്റെ പ്രൈവസി അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓ, അത്ര കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി പ്രൈവസി ഒന്നും അഡ്ജസ്റ്റ് ചെയ്യണ്ട. അല്ല എന്താ തന്റെ പ്രശ്നം? എന്റെ ടെൻഷൻ അറിഞ്ഞിട്ട് നിനക്ക് വല്ല കാര്യമുണ്ടോ? അല്ല അങ്ങനെയല്ല, എന്നാലും പറ. ഇപ്പൊ വഴി കണ്ട നിങ്ങളോട് ഇത് പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? അതെ, ഞാൻ വളച്ചിട്ടാണ് കാര്യം പറയാം. താൻ എന്റെ പേരിൽ ടെൻഷൻ അടിക്കുന്നത്. തന്റെ പേര് ടെൻഷൻ അടിക്കാൻ താൻ ആരാടോ? ഇതുണ്ടല്ലേ, താൻ ഓക്കില്ല എന്ന് പറഞ്ഞ ചെക്കൻ ഞാൻ തന്നെയാ. അപ്പൊ താനാണ് എന്റെ കഥയിലെ വില്ലൻ. ആ, ഞാൻ നായകനാവണോ വില്ലനാവണോ എന്ന് ശോഭയ്ക്ക് തീരുമാനിക്കാം. നീ പോ മോനെ ദിനേശ. എന്തായാലും ഒരു കാര്യത്തിന് നമ്മൾ തമ്മിൽ സാമ്യമുണ്ട്. നല്ല ഫാഷൻ പേരാ നമ്മുടെ. ദിനേശ് പെറ്റ്സ് ശോഭ. അല്ല അപ്പൊ കല്യാണം തീരുമാനിച്ചൂലേ? ഞാനൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാ. അറിയാതെ ഇങ്ങനെ ഫ്ലോയിൽ പറയുന്നൊക്കെയാണ് പിന്നെ സംഭവിക്കാൻ പോകുന്നത്. അത്രക്കൊക്കെ വേണോ? അല്ല എന്തായാലും ഇതൊരു ആക്സിഡന്റൽ പെണ്ണുകാണല്ലേ. താൻ 90s കിഡ് ആണല്ലേ? അത് പിന്നെ ഇത്ര നാളും പെണ്ണ് കിട്ടാത്ത എന്നെ കണ്ടിട്ട് ശോഭയ്ക്ക് മനസ്സിലായില്ലേ ഞാൻ 90s കിഡാന്ന്. എന്താ ശോഭ, പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നാളായി തായ്ലൻഡിൽ വന്നിട്ട് ഞാൻ ഇവിടുത്തെ ഒരു സ്ഥലവും കണ്ടിട്ടില്ല. പിന്നെ പെണ്ണുകാണലാണ് നിൽക്കട്ടെ, നമുക്ക് പറ്റാന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ. 10 മിനിറ്റ് മുമ്പ് കണ്ട തന്നെ ഞാൻ എങ്ങനെ വിശ്വസിച്ചിട്ട് തന്റെ കൂടെ എക്സ്പ്ലോർ ചെയ്യും?
അല്ല അങ്ങനെയല്ല, എന്നാലിപ്പോൾ മലയാളികൾ തായ്ലൻഡിൽ വന്ന് പെണ്ണ് കാണുന്നു. ഇതൊരു റയർ കോയിൻസിഡന്റ് അല്ലേ? അപ്പോൾ അങ്ങനെയൊന്ന് വിശ്വസിച്ചോടെ? എന്താ? നോക്കാം. മതി, നോക്കിയാ മതി. പക്ഷെ പ്രതീക്ഷയൊന്നും വെക്കണ്ട. എന്നാ അതുമില്ല, സമ്മതിച്ചു. എന്നാ വാ. അല്ല മറ്റേ അല്ല ശോഭ, ഓ, ഇത്രയും നാളും ഞാൻ ഇവിടെ ഉണ്ടായിട്ടും ഈ ഒരു സ്പോട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അടിപൊളി. അപ്പൊ നീ ഒരു 90s കിഡ് അമ്മായി തന്നെയാണല്ലേ? പിന്നെ തനിക്ക് കൊലസ്ട്രീനെ വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞു, അത്ര തന്നെ. അല്ല, ഞാൻ കൊലസ്ട്രീ എന്ന് ഉദ്ദേശിച്ചത് മോറൽ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കണം, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അതെന്താ മോഡേൺ ആയവരൊന്നും മോറൽ വാല്യൂസ് കീപ്പ് ചെയ്യാറില്ല? അങ്ങനെയല്ല, സാധാരണ ഈ സിറ്റി ലൈഫിൽ അവിഹിതത്തിനുള്ള സ്കോപ്പ് വളരെ കൂടുതലാണ്, അതേ ഉദ്ദേശിച്ചത്. ഗ്രാമത്തിൽ അവിഹിതയില്ലെന്ന് ആര് പറഞ്ഞു? പട്ടാളം പുരുഷേട്ടന്റെ ഭാര്യയും പിള്ളേച്ചനും തമ്മിൽ അവിഹിതം നടക്കുന്നത് ഗ്രാമത്തിലല്ലേ? അല്ല അങ്ങനെയല്ല, അങ്ങനത്തെ ഒരു പൊതുവായിട്ടൊരു ധാരണയുണ്ടല്ലോ. ദാറ്റ്സ് ഇറ്റ്. തമിഴ് സിനിമയില് ചിമ്പ് പറയുന്നത് കേട്ടിട്ടില്ലേ? സാരി ഉടുത്ത എല്ലാവരും നല്ലവരും അല്ല, എല്ലാ ജീൻസും ടോപ്പ് ഇട്ടവരും മോശക്കാരും അല്ല. അതൊക്കെ എനിക്ക് മനസ്സിലായി. തനിക്ക് ബെസ്റ്റി ഉണ്ടോ? പിന്നെ ഒരുപാടുണ്ടല്ലോ. അയ്യോ, അതെങ്ങനെ ശരിയാവും? അയ്യോ, താൻ ഉദ്ദേശിക്കുന്ന അത്ര ബെസ്റ്റികളല്ല. ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് കളിക്കുന്ന ഒരു ബെസ്റ്റി എനിക്കില്ല. ശരി, അതൊക്കെ പോട്ടെ. തനിക്കിന് ഇഷ്ടപ്പെട്ടോ? ഒരു തവണ കണ്ടോടനെ എങ്ങനെ ഒരാളെ ഇഷ്ടപ്പെടുന്നേ? അല്ല, നാട്ടുനടപ്പ് അനുസരിച്ച് അങ്ങനെയാണല്ലോ. ഒരു ദിവസം മുന്നാണെന്ന് ഒന്ന് തന്നെ ഇഷ്ടമെന്ന് പറയുന്നു, ക്ലോസ്, അങ്ങനെയല്ലേ? അതുകൊണ്ടാണ് എല്ലാരും തല്ലി പിരിയുന്നതും. ഓ, അങ്ങനെയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 കൊല്ലം പ്രണയിച്ചവരും തല്ലി പിരിയാറുണ്ടല്ലോ. എടോ, നല്ല ഭർത്താക്കന്മാര് നല്ല കാമുകന്മാരായിരിക്കില്ല, നല്ല ഭാര്യമാര് ഒരിക്കലും നല്ല കാമുകിമാരും ആയിരിക്കില്ല, അത്രേ ഉള്ളൂ. അതൊക്കെ എനിക്കറിയാം. അല്ല, അതൊക്കെ പോട്ടെ. താനിവിടെ എന്ത് ചെയ്യുന്നത്? ഞാനിവിടെ ബിസിനസ് ട്രിപ്പിന്റെ ഭാഗമായിട്ട് വന്നതാണ്, അല്ലാതെ ഇവിടെ സ്ഥിരതാമസക്കാരിയൊന്നുമല്ല. ഓ, അപ്പൊ അതാണ് തനിക്ക് ഇവിടുത്തെ സ്പോട്ടുകളൊന്നും അറിയാത്തത്. എന്നാ പിന്നെ ഞാൻ വേണ്ട സ്ഥലമൊക്കെ കാണിച്ചു തരാം. ഓ, എൻ നീലാമ്പൽ മിഴിയാളെ, നിന്നരികെ ഞാൻ നിഴലാകും നേരത്തോ അറിയാതെ എൻ കിനാക്കൊമ്പിലെ നിറദീപമായി വരൂ താരമേ, വാർമതിയെ നീരുൾ വീഴും മൺവീണയിൽ ശ്രുതി ചേർന്നിന്നുയിർ പാടും നീലാംബരി. ഉയിരേ എൻ നീലാമ്പൽ മിഴിയാളെ, നിന്നരികെ ഞാൻ നിഴലാകും നേരത്തോ ആരോമൽപ്പൂവേ നീ ആരോരും അറിയാതെ ആദ്യാനുരാഗത്തിൻ തേനലയായി കാണാപ്പൊൻ കനവായി കണ്ണോരം ചായുമ്പോൾ മനമാകെ കുളിർ പെയ്യും ഏഴഴകേ. ഈ മലർവാടിയിൽ നിൻ വിരൽ ചേരുമ്പോൾ മറഞ്ഞിടുന്നു എൻ പതിവോർമകൾ, കാതോരന്മാരോ മെല്ലെ മൂളുന്നു, ഇവളാണിന്നൻ തുണയാകും വേഴാമ്പൽ. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇത്ര എൻജോയ് ചെയ്യുന്നത്. എന്നെ കല്യാണം കഴിപ്പിക്കാനുണ്ടല്ലോ എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ബിസിനസ് ട്രിപ്പിന് ഓഫീസിൽ നിന്ന് പോകുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണെന്ന് കരുതുന്ന കുറേ അമ്മമാരില്ലേ, അങ്ങനത്തെ ബൂമേഴ്സിന്റെ കയ്യിലാണ് ഞാൻ പോയി ആദ്യം പെട്ടത്. എല്ലാവർക്കും അറിയേണ്ടത് ഓഫീസ് ട്രിപ്പിന് ആരൊക്കെയുണ്ട്, എത്ര പേരടങ്ങുന്ന ടീമാണ്, ബോസ് ആണാണോ, അങ്ങനത്തെ കുറെ വൾഗർ ചോദ്യങ്ങളാ. നാണല്ലാത്തമാരല്ലേ? അതെ,
എൻ്റെ അമ്മ ഈ ബിസിനസ് ട്രിപ്പ് എന്ന് പറഞ്ഞ് കറങ്ങി നടക്കുന്ന പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഈ കമ്പനി ബോസ് എന്തിനാണ് സെക്രട്ടറി പെണ്ണുങ്ങളെ തന്നെ കൊണ്ടുപോകണേ? അമ്മ, നമുക്കിത് വേണ്ട. ഈ വിദേശത്ത് കിടക്കുന്ന എനിക്കറിയാം ശരിക്കുള്ള പെണ്ണുങ്ങളുടെ സ്വഭാവം. എന്നെ ആലോചിക്കുന്നേ? ഒന്നുമില്ല. അല്ല, ഈ കാലത്തും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോന്ന് ആലോചിക്കായിരുന്നു. മോശം. ദിനേശിനെ പോലെ ഇങ്ങനെ അബ്രോഡ് ജോലി ചെയ്യുന്ന ഒരാൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ദിനേശായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാന്ന് തീരുമാനിക്കാനുള്ള കാരണം തന്നെ തന്റെ ആറ്റിറ്റ്യൂഡാ. ഇങ്ങനെ ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ഒരു 90s കിഡിനെ കിട്ടാനുണ്ടല്ലോ, ഭാഗ്യം ചെയ്യണം. അതെ അതെ, ശരിക്കും ഭാഗ്യം ചെയ്യണം. തന്റെ കൂടെ വരുന്ന സ്പോട്ടൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണല്ലോ. അത് പിന്നെ ഞാനിവിടെ ഫ്രീ ടൈം കിട്ടുന്ന സമയത്തൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ ഒറ്റയ്ക്കല്ലേ, അത്യാവശ്യം നല്ല സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒറ്റയ്ക്കായിട്ട് ഇത്ര എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പൊ തനിക്ക് പറ്റിയൊരു കമ്പാനിയും കൂടി ഉണ്ടെങ്കിലോ? ഞാൻ തൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു വിചാരിച്ചിട്ട് കുറച്ച് നേരമായി. എന്താ? ഒന്നുമില്ല, പരിപാടി കുറച്ച് ക്രിഞ്ചാണ് എന്നാലും പറയാം. താനിടുന്ന ഔട്ട്ഫിറ്റ്സ് എല്ലാം കൊള്ളാം. പിന്നെ അത് മാത്രമല്ല, ഇന്നിട്ട് ഔട്ട്ഫിറ്റ് നൈസായിട്ടുണ്ട്. കൊള്ളാലോ. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ എന്തിനാണെന്ന് തീരുമാനിക്കുന്ന ആണുങ്ങളുള്ളിടത്ത് 90s കിഡായ മിസ്റ്റർ ദിനേശൻ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്നു. നൈസ്. എന്ത് ചെയ്യാനാ? ഹലോ. ആ അമ്മേ, ഞാൻ ആലോചിച്ചു. എനിക്ക് കല്യാണത്തിന് ഓക്കെയാണ്. ശരി. അല്ല, ഏത് കല്യാണത്തിന് സമ്മതിച്ചു എന്നാ പറഞ്ഞേ? എടോ, ഈ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ മുഖത്ത് നോക്കിയ ഒരാളോട് ഇഷ്ടമാണെന്നൊക്കെ പറയാൻ ചിലപ്പോൾ മടിയുണ്ടാവും. അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ പൊട്ടൻ. മിസ്റ്റർ ദിനേശൻ ഒരു പൊട്ടനല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, ഞാൻ പൊട്ടനാണ്. ഈ നിഷ്കളങ്കതയാണ് എനിക്ക് തന്നോട് ഇഷ്ടം തോന്നാനുള്ളൊരു കാരണം. ഓഹോ, ഇതാണോ നിഷ്കളങ്കത? എൻ്റെ ഈ നിഷ്കളങ്കത കാരണം ഒരുപാട് പേരെന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ നിഷ്കളങ്കത? അത് ശരി, അതിനൊക്കെ നിഷ്കളങ്കത എന്നാണ് പറയുന്നത്. ഇന്ന് വൈകിട്ടേ എൻ്റെ ഫ്ലൈറ്റാ. ചെന്നിട്ട് എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. ഈ ഓഫീസ് ട്രിപ്പും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഒരു ഓൺസൈറ്റ് കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓ അല്ല, അപ്പൊ ഈ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ? ഇതാണ് പെണ്ണുങ്ങളുടെ പ്രശ്നം. എന്നത് ഇപ്പം ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് ഭർത്താവിനോട് താമസിക്കാൻ പോകുന്നു പറയുന്നു. നല്ലതാ. ഇപ്പോഴെങ്കിലും മനസ്സിലായോ? തന്നെ ഇഷ്ടമാണെന്നാണ് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞത്. ഇനി സംസാരിച്ചിരുന്ന ലേറ്റ് ആവും. പോട്ടെ. അല്ല, കല്യാണത്തിന് ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെയാണ്. ഇത് സ്വപ്നമായിരുന്നോ ശോഭേ? അമ്മ എന്തിനാ കൊച്ചുളുപ്പങ്ങലത്ത് വിളിക്കണേ? അമ്മ എന്താ അമ്മേ, രാവിലെ 5 മണിയായിട്ടുള്ളൂ അറിഞ്ഞില്ലേ? അമ്മ എന്താ വിളിച്ചേ? കല്യാണാലോചനയാ? അവളാ ഇവിടെ ഉണ്ടെന്നാ? അമ്മ എനിക്ക് ഫോട്ടോ ഒന്ന് അയച്ചേ. ശോഭയ? അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ തന്നെയാണ് യഥാർത്ഥത്തിൽ കാണാൻ പോകുന്നേ. ശോഭയെ, നിന്റെ ദിനേശേട്ടൻ വരുന്നു.